കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ വേദനയോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മൊഴികൾ നാം ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഇന്നിവിടെ പറയാൻ അവസരം ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇമ്മാനുവൽ രാജ് അച്ഛനോടും ഷിജി കൊച്ചമ്മയോടും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. ആദ്യമായാണ് ഇങ്ങനൊരു മൊഴി പ്രസംഗം ഞാൻ നടത്തുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ക്ഷമിക്കണമേ എന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മനുഷ്യ ശരീരം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60 മുതൽ 70% വരെ വെള്ളമാണ്. ഒരു ദിവസം പോലും നാം വെള്ളം കുടിക്കാതിരുന്നാൽ ശരീരം ഉടൻ തന്നെ പ്രതികരിക്കാൻ തുടങ്ങും. ജീവൻ നിലനിർത്താൻ വളരെ ആവശ്യകരമായ ഒരു ഘടകം തന്നെയാണ് ജലം. അങ്ങനെ ഇരിക്കെ ഒരു നിമിഷം നമുക്ക് കുരിശിലേക്ക് നോക്കാം. മുൾക്കിരീടം ചൂടി ശരീരം ആകെ മുറിവുകൾ നിറഞ്ഞ് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, കടുത്ത ചൂടും വേദനയും എല്ലാം സഹിച്ചുകൊണ്ട് ശരീരത്തിലെ ജലാംശം മുഴുവൻ വറ്റിപ്പോയ അവസ്ഥയിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന മൊഴി, ലോകത്തിൽ അവസാന സമയത്ത് വെള്ളം കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരുപാട് പേരെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. മരണസമയത്ത് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അത് വെള്ളം കൊടുക്കുന്നവർക്കും കൊടുക്കുന്ന വെള്ളം വാങ്ങി കുടിക്കുന്നവർക്കും ഒരുപോലെ മനസ്സിന് ആശ്വാസവും സമാധാനവും നൽകുന്ന ഒന്ന് തന്നെയാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ കൊടുത്ത വെള്ളം കുടിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട വലിയ ഒരു വ്യത്യാസം ഉണ്ട്. ഒരിക്കൽ കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശാരീരിക വേദനയെ പറ്റി കർത്താവ് പറഞ്ഞ ഏക മൊഴിയാണിത്. ഇന്നത്തെ ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ നിന്നുള്ള കർത്താവിന്റെ 5ാമത്തെ മൊഴിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ചെറിയ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഇത് വെറും വാക്കുകളല്ല, വേദനയുടെയും ആഴമായ സ്നേഹത്തിന്റെയും മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കരുണയുടെയും പരമാവധി പ്രകടനമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശാരീരിക വേദനയെ പറ്റി കർത്താവ് പറഞ്ഞ ഏക മൊഴിയാണിത്. മുൻപത്തെ മൊഴികളിൽ അവിടുന്ന് ക്ഷമയെപ്പറ്റി സംസാരിച്ചു, രക്ഷയെപ്പറ്റി പറഞ്ഞു, മാതാവിനെയും ശിഷ്യനെയും പരസ്പരം ഏൽപ്പിച്ചു. എന്നാൽ ഇവിടെ ഒരു നിമിഷം കർത്താവ് തൻ്റെ ശരീരവേദനയെ പറ്റി വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? കാരണം